ഹലോ, ക്വസ്റ്റ്യൻ ടാഗാണ്. നമ്മൾ ഓക്സിലറി വെർബ് ഉള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുക? നമ്മൾ ഡു, ഡസ്, ഡിഡ് ഫോം നോക്കിയിട്ടാണ് ചെയ്യുക. അതിലത്തെ മെയിൻ വെർബ് ഏത് ഫോമാണ്? ഡു ഫോമാണോ, ഡസ് ഫോമാണോ, ഡിഡ് ഫോമാണോ നോക്കിയിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഡു ഫോം എന്ന് പറയുമ്പം എക്സാമ്പിൾ നോക്കാം. നോ എന്ന് പറയുന്നത് ഡു ഫോമാണ്. ഇതിൻ്റെ ഡസ് ഫോം എന്ന് പറയുന്നത് നോസ്. ഡിഡ് ഫോം എന്ന് പറയുന്നത് ന്യൂ. ഓക്കെ, അതുപോലെ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോൾ ലൈക്ക്, അത് ഡു ഫോമാണ്. ഡസ് ഫോം എന്ന് പറയുന്നത് ലൈക്സ്. ഡിഡ് ഫോം ലൈക്ഡ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. ഷീ സ്വിംസ് വെരി വെൽ. നോക്കി, സ്വിംസ് ഇത് ഡസ് ഫോമാണ്. അപ്പോൾ പിന്നെ സെൻറ്റൻസ് പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഡസ് ഫോമാണ്. അപ്പോൾ ആൻസർ എങ്ങനെയാണ് വരിക? ഡസൻറ്റ് ഷീ. ഓക്കെ, നമ്മൾ ഒരിക്കലും ഡസ് നോട്ട് എന്ന് എഴുതില്ല, ഷോർട്ട് ഫോമേ എഴുതുള്ളൂ. ഡസൻറ്റ് ഷീ. ഒരു എക്സാമ്പിളോടെ നോക്കാം. വി ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക്. നോക്കി, ഇവിടെ ലൈക്ക് എന്നത് ഡു ഫോമാണ്. കൂടാതെ സെൻറ്റൻസ് പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ടാഗ് വരിക. അതുകൊണ്ട് തന്നെ ഡോണ്ട് വി. ഇപ്പോൾ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ അതിൻ്റെ മെയിൻ വെർബ് ഏത് ഫോമിലാണെന്ന് നോക്കുക. ഡു ഫോം, ഡസ് ഫോം, ഡിഡ് ഫോം ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ടാഗ് ഫോം ചെയ്യാം.